ഹായ്, നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടി വരുന്നത് പ്രവാസി വോട്ട് ചേർത്ത അപേക്ഷകളെ കുറിച്ചിട്ട്. അറിയാലോ, ഒരു ടൈമിന് ഒരു അപേക്ഷകൾ കൊടുത്ത് ഒരുപാട് അപേക്ഷകൾ സൈറ്റിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അപേക്ഷ കൊടുക്കുന്ന സമയത്ത്, ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ബൂത്ത് ഏതാണെന്ന് മനസ്സിലാക്കാനോ, അതിൽ പിന്നെ സാധാരണ വോട്ട് ചേർക്കുന്ന, സാധാരണ ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചേർക്കുന്ന പോലെ വാർഡിലെ ഒരാളുടെ, നിലവിൽ വോട്ടുള്ള ഒരാളുടെ ID കാർഡ് നമ്പർ ചേർക്കാനോ, കുടുംബത്തിലെയോ അല്ലെങ്കിൽ പിന്നെ SIR ഡീറ്റെയിൽസ് ചേർക്കാനോ ഒന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പ്രവാസി വോട്ടിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ കൺഫ്യൂഷൻ ആയിക്കൊണ്ട് EROമാരുടെ പോർട്ടലിൽ കിടക്കുകയാണ്. അപേക്ഷ പെൻഡിങ്ങിൽ കിടക്കുന്നത്, ഏത് ബൂത്തിലേക്കാണ് അസൈൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാകാത്തതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ബൂത്തിലാണ് വരുന്ന അവരവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് SIRന്റെ ഫോം കൊടുത്ത BLOമാരുണ്ടാവും. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ ഭാഗത്ത് BLOമാരായിട്ടുള്ള ആൾക്കാരെ പരിചയം ഉണ്ടാവും. അവരെ എത്രയും വേഗം കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഇന്ന ബൂത്തിലാണ്, അതോടൊപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത റെഫറൻസ് നമ്പറും കൂടി കൊടുക്കുക. ഓക്കെ, ആ റെഫറൻസ് നമ്പറും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും BLOമാരെ വിളിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ അപേക്ഷ പ്രോസസ്സിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അധിക സമയമില്ല, ഈ മാസം 20 ഉള്ളിലായിട്ട്. ഓക്കെ, ഈ മാസം 20ആണ് ലാസ്റ്റ് ഡേറ്റ്. വേണ്ട, ഒരു 18, ഈ മാസം 18ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് മുഴുവനും കംപ്ലീറ്റ് ആവണം. ഓക്കെ, അപ്പോൾ പ്രവാസി വോട്ടിന് അപേക്ഷ കൊടുത്ത എല്ലാ ആൾക്കാരും അവരുടെ റെഫറൻസ് നമ്പർ, പിന്നെ അവരുടെ ഡോക്യുമെന്റ്, പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ബൂത്ത് ഡീറ്റെയിൽസ്, അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ബൂത്ത് ഡീറ്റെയിൽസ് എത്രയും വേഗം എന്ത് ചെയ്യുക, BLOമാർക്ക് ഷെയർ ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ ധരിപ്പിക്കുക. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിന് കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് വരുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഞാൻ ഒന്നും കൂടി പറയുന്നു, അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ ഫോം 6 നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എന്ത് ഓപ്ഷൻ ഉണ്ട്, റെഫറൻസ് ആയിട്ട് ഒരാളുടെ ID കാർഡ് നമ്പർ, വീട്ടിലെയോ അല്ല അയൽവാസിയുടെയോ ആരെങ്കിലും ഒരാളുടെ ID കാർഡ് നമ്പർ, അതോടൊപ്പം തന്നെ 2002 കുടുംബത്തിന്റെ SIR ഡീറ്റെയിൽസ്, ഈ 2 കാര്യങ്ങളും കൊടുക്കാനുണ്ട്. ഓക്കെ, അതേ സമയത്ത് പ്രവാസി വോട്ട് ഫോം 6A പ്രവാസി വോട്ട് ചേർക്കുന്നതിൽ ഈ 2 ഓപ്ഷനും ഇല്ല. ജസ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് പാസ്പോർട്ട് മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. പാസ്പോർട്ടും വിസ ഡീറ്റെയിൽസും മാത്രമേ അതിൽ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും, അല്ലാതെ വേറൊരു ഡോക്യുമെന്റ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ വേറൊരു നിർവാഹമില്ല. ജസ്റ്റ് എൻട്രി ചെയ്യാൻ പോലും ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ 90% ആപ്ലിക്കേഷനുകളും അതത് ജില്ലയിലെ EROമാരുടെ, അതത് താലൂക്കിലെ EROമാരുടെ പോർട്ടലിൽ പെൻഡിങ്ങിൽ കിടക്കുകയാണ്. എത്രയും വേഗം അത് മുഴുവനും ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ BLOമാർക്ക് അവരവരുടെ BLOമാരെ അറിയാം. BLOമാർക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഭാഗം ക്ലിയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും, പ്രവാസി വോട്ടുള്ള അപേക്ഷ കൊടുത്ത എല്ലാ ആൾക്കാർക്കും എത്രയും വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരവരുടെ വോട്ട് അവരവരുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു കാര്യം ആരും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.